ഇന്നത്തെ വീഡിയോയിലൂടെ IIFL അഥവാ ഇന്ത്യ ഇൻഫോലൈൻ്റെ ട്രേഡിംഗ് ആപ്പ് വഴി സ്റ്റോക്സ് ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇന്ത്യ ഇൻഫോലൈൻ IIFL മാർക്കറ്റ്സ് എന്ന ഈ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് നമ്മൾ സ്റ്റോക്സ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എൻ്റെ അടുത്തുള്ളത് iOS ഡിവൈസാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ആൻഡ്രോയിഡ് ആണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് കരുതുന്നു. ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് നമുക്ക് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പേര് സെർച്ച് ചെയ്യാം. നമുക്കിവിടെ അപ്പോളോ ടയർസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് റെക്കമെൻഡേഷനായിട്ട് ആരും കാണാതിരിക്കുക, വെറും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. സ്പെല്ലിംഗ് കറക്റ്റായി സെർച്ച് ചെയ്തില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് കിട്ടണമെന്നില്ല. അതിനാൽ തന്നെ സ്പെല്ലിംഗ് കറക്റ്റായി സെർച്ച് ചെയ്യും. നമ്മൾ അപ്പോളോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അപ്പോളോ എന്ന പേര് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കമ്പനീസിൻ്റെ പേരും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ വേണ്ടത് അപ്പോളോ ടയേഴ്സ് ആണ്, അതെടുക്കുക. ഇപ്പോൾ നമുക്ക് അപ്പോളോ ടയർ എന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. കമ്പനിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത്യാവശ്യം കമ്പനി ഫണ്ടമെൻറ്റൽസും ഈ ആപ്പിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് കമ്പനി സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി സ്റ്റോക്ക് ബൈ ചെയ്യാനായി ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ക്വാണ്ടിറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര സ്റ്റോക്കാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ക്വാണ്ടിറ്റി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് ഈ ആപ്പിൽ നമുക്ക് 3 ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആദ്യത്തേതാണ് ഇൻട്രാഡേ. ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവർക്കുള്ളൊരു ഓപ്ഷനാണത്. അതായത് നിങ്ങൾ ഇൻട്രാഡേ ഓപ്ഷൻ വഴിയാണ് ബൈ ചെയ്യുന്നതെങ്കിൽ ആ വാങ്ങിയ ദിവസം തന്നെ സ്റ്റോക്ക് സെൽ ചെയ്യേണ്ടി വരും. അടുത്തതായി വരുന്നത് ഡെലിവറി ഓപ്ഷനാണ്. ഡെലിവറി ഓപ്ഷനിലാണ് നിങ്ങൾ സ്റ്റോക്ക് ബൈ ചെയ്യുന്നതെങ്കിൽ അത് എപ്പോൾ വിൽക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഇന്നോ നാളെയോ 1 കൊല്ലം കഴിഞ്ഞോ 10 കൊല്ലം കഴിഞ്ഞോ എപ്പോൾ വിൽക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ വരുന്ന ഓപ്ഷനാണ് ബൈ നോ പേ ലേറ്റർ. ഇത് സ്റ്റോക്സ് കടായിട്ട് വാങ്ങാനുള്ള ഓപ്ഷനാണ്. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ ഡെലിവറി എന്ന ഓപ്ഷൻ എടുക്കാം. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതും ഡെലിവറി തന്നെയാണ്. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പ്രൈസ് ആണ്. ഇവിടെ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്നാമതായി നമ്മൾ ഈ സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് വിലക്കാണോ വിൽക്കുന്നത് ആ വിലക്ക് നമുക്കിത് വാങ്ങാം. ഞാൻ എപ്പോഴും മാർക്കറ്റ് പ്രൈസ് തന്നെയാണ് വാങ്ങാറ്. അതിനായിട്ട് നമുക്കിവിടെ മാർക്കറ്റ് എന്ന് എഴുതിയ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ലോസ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് ബൈ ചെയ്തേക്കാം. ബൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഓട്ടോ കൺഫർമേഷൻ മെസ്സേജ് വരും. അത് കൺഫേം ചെയ്യാം. ഇപ്പം നമ്മുടെ ഓർഡർ ഇവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഓർഡർ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് മെയിൻ സ്ക്രീനിൽ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഓർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്, അതായത് ബൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത് അപ്പോളോ ടയറാണ്. ബൈ ചെയ്ത ക്വാണ്ടിറ്റി 8 പീസസ് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 561.25 റുപ്പീസാണ്. ഇപ്പം നിങ്ങൾക്ക് IIFL മാർക്കറ്റ്സ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി, സൈനിങ് ഓഫ്.